UK എന്ന് ഇന്ത്യൻ സ്റ്റുഡൻസിനെ നാട് കടത്തി വിടുന്നു. എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സോ വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നതിന് മുമ്പ് ഐ എം അബിൻ മഹാദേവ്. ഐ എം എൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് ആൻഡ് എ സ്റ്റഡി അബ്രോഡ് കോച്ച്. ഐ ഹെൽപ്പ് സ്റ്റുഡൻസ് ടു മേക്ക് വൈസർ ആൻഡ് സ്മാർട്ടർ ഹയർ എഡ്യൂക്കേഷൻ ഡിസിഷൻസ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ചധികം യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ്, അതായത് നല്ല ക്ലിക്കബിൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാർ ചെയ്തു വെച്ചൊരു പരിപാടിയാണ് UK നിന്ന് ഇന്ത്യൻ സ്റ്റുഡൻസിനെ അവർ തിരിച്ചുവിടുന്നു എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇന്ത്യൻ സ്റ്റുഡൻസിനെ UK പറഞ്ഞു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഗവൺമെൻറ് ഇന്ത്യൻ സ്റ്റുഡൻസിനെ പറഞ്ഞു വിട്ടു, അല്ലെ UKയിലെ ഗവൺമെൻറ് ഒഫീഷ്യലി ഇന്ത്യൻ സ്റ്റുഡൻസിനെ ചാർട്ടേഡ് ഫ്ലൈറ്റിലേക്ക് തിരിച്ചു വിട്ടു എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? അതല്ല. ഇതൊരു തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്. ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 തൊട്ട് 2024 വരെ നല്ല പോലെ സ്റ്റുഡൻസാണ് ഇന്ത്യയിൽ നിന്ന് UKയിലേക്ക് പല യൂണിവേഴ്സിറ്റിയിൽ ഹയർ എഡ്യൂക്കേഷന് പോയത്. അപ്പോൾ ആ സമയത്ത് തന്നെ സ്പൗസ് ഡിപ്പെൻഡൻറ്റ് വിസയും അലൗഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സ്പൗസും ഡിപ്പെൻഡൻസും ഒക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് പീരീഡിനുള്ളിൽ കുറേ അധികം സ്റ്റുഡൻസിന് നല്ല ഫുൾ ടൈം ജോബും കരിയറും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റി. സാധിക്കാത്തവർ കെയർ ഹോമിലൊക്കെ ജോലിക്കും കയറി. ബാക്കിയുള്ളവർ സ്റ്റേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവർക്ക് തിരിച്ചു പോരാതെ വേറെ വഴിയില്ല. കാരണം ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യയിലും ആഫ്രിക്കൻസും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്നുണ്ട്. അവർക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത സമയം കൂടെ ഗവൺമെൻറ് അലൗ ചെയ്യും. സ്റ്റേ ബാക്ക് പീരീഡ് എന്നോ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്നോ ഗ്രാജുവേറ്റ് ഇമിഗ്രേഷൻ റൂട്ട് എന്നോ പല പേരുകളാണ് അതിനുവേണ്ടി ഓരോ കൺട്രി ഇട്ടേക്കുന്നത്. എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത കാലാവധിയും കൂടെ സമയം ആ കൺട്രി കൊടുക്കും. നിങ്ങൾക്ക് അവിടെ ഒരു പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊരു വർക്ക് എക്സ്പീരിയൻസിനോ അല്ലെ ജോബ് സെർച്ചിനോ അല്ലെങ്കിൽ ആ രാജ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ശരി, അങ്ങനെ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യും. ആ ഒരു പീരീഡിനുള്ളിൽ അടുത്തൊരു വിസയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ അവരവരുടെ ഹോം കൺട്രിയിലേക്ക് തിരിച്ചു പോരേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം UKയിലെ കേസ് നമുക്ക് നോക്കാം. UKയിൽ ആസ് ഓഫ് നൗ Tier 2 വർക്ക് പെർമിറ്റ് വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് UK നിന്ന് വെളിയിൽ നിന്നുള്ള ഒരാൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം 41,700 pounds ആനുവൽ സാലറി ഉണ്ടെങ്കിലേ അത് സാധിക്കത്തുള്ളൂ. എന്നാൽ UKയിൽ പഠിക്കുന്ന ഒരു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഏകദേശം 33,400 pounds മതിയാവും. അതായത് ന്യൂ എൻട്രൻറ്റ് കാറ്റഗറി എന്ന് പറയും. UK പഠിക്കുന്ന സ്റ്റുഡൻസിന് ആ ഒരു ഇത് മതിയാവും. ഇതിവിടെ നിൽക്കട്ടെ. ഓൺ ദി അതർ സൈഡ് UKയിലെ മിനിമം വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 26,000 pounds ആണ്. അതായത് UKയിൽ ഒരാൾക്ക് മിനിമം ഒരു സാലറി എന്ന് പറഞ്ഞാൽ 26,000 pounds ആണ്. അപ്പം 26,000 മിനിമം പൗണ്ട്സ് ഉണ്ട്. അതിൻ്റെ ഒരു 30% കൂടുതൽ സാലറി നേടിയെടുക്കാൻ സാധിക്കുന്നവരെയാണ് ആ രാജ്യത്ത് നിന്നാൽ മതിയെന്ന് ആ ഗവൺമെൻറ് തീരുമാനിച്ചേക്കുന്നത്. അവരാണ് സ്പോൺസർഷിപ്പ് വിസ കിട്ടി ആ രാജ്യത്ത് തുടരുന്നത്. സോ ആസ് ആൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ്, നിങ്ങൾക്ക് UK പോയി ഹയർ എഡ്യൂക്കേഷന് പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ കോഴ്സിന് ശേഷം സ്റ്റേ ബാക്ക് പീരീഡിൽ ഒരു ജോലിയൊക്കെ കിട്ടി പിന്നെ UK തന്നെ തുടരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ തുടരാൻ പറ്റിയ ഒരു പ്രോഗ്രാം ആയിരിക്കണം. UKയുടെ എക്കണോമിക് അനുസരിച്ച് അവിടെ ഇൻഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സ്ട്രീമിലെ കോഴ്സ് ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അതിനനുസരിച്ചുള്ള നല്ല യൂണിവേഴ്സിറ്റിയിലായിരിക്കണം എടുക്കേണ്ടത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു ജോബിൽ കയറാനുള്ള ഒരു സ്ട്രാറ്റജിയും നിങ്ങൾക്ക് തുടക്കത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഇതിനെപ്പറ്റി ഓൾറെഡി നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. ഇങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ മോസ്റ്റ്ലി കോഴ്സിന് ശേഷം ഒരു ഫുൾ ടൈം ജോബിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. പിന്നെ അതിനുശേഷം നിങ്ങളെ വിസയിലേക്ക് Tier 2 വർക്ക് പെർമിറ്റ് വിസയിലേക്ക് സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വർക്ക് ചെയ്യുന്ന കമ്പനിയും കൂടെ ഡിസൈഡ് ചെയ്യണം. ആ കമ്പനിക്ക് തോന്നണം ഈ കുട്ടി ഇവനോ ഇവളോ ഹൈലി പ്രൊഡക്റ്റീവാണ്, എനിക്ക് ഇവനെ എങ്ങനെ നിർത്തിയേ പറ്റത്തുള്ളൂ, ഇവനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല എന്ന രീതി പെർഫോം ചെയ്യുന്നവരെ ആയിരിക്കും ഏതൊരു കമ്പനിയും പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം പാഷനേറ്റ് ആയിട്ടൊരു ഫീൽഡിലായിരിക്കണം പോകുന്നത്. ആ ഫീൽഡിൽ നല്ല രീതിയിൽ ഡിഗ് ചെയ്ത് താഴോട്ട് പോയിട്ട് തന്നെ നല്ല സ്കിൽസ് ബിൽഡ് ചെയ്യാൻ സാധിക്കണം. അതിനോടൊപ്പം തന്നെ പല കമ്പനീസും അവർ ഇപ്പം ഡിജിറ്റലി തന്നെ ഒരു എക്കോസിസ്റ്റം വളരെ വലുതായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടോമേഷനും AI-യും ഒക്കെ കൊണ്ട് തന്നെ ഒത്തിരി ഡിസ്റപ്ഷൻസാണ് ഇൻഡസ്ട്രീസിൽ, കോമ്പറ്റീഷനും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് എല്ലാ കമ്പനീസും നോക്കുന്നത്. ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ കൊണ്ട് UKയിലെ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ഏത് കൺട്രിയിലെ ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞാലും അവരൊരു ജോലി കണ്ടെത്തി തരണം എന്ന് പറഞ്ഞാൽ നടപ്പുവശമുള്ള കാര്യമല്ല. അപ്പം ഹയർ എഡ്യൂക്കേഷനിലൂടെ ഒരു കരിയറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കൺസൾട്ടിങ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കേണ്ടത്. അതിനുശേഷം
നിങ്ങളിപ്പോൾ ഈ കോഴ്സിൻ്റെ എൻറ്റയർ പീരീഡും ഇതിനുള്ളൊരു പ്രോസസ്സാക്കി എടുക്കുക. അക്കാഡമിക്സ് ഇതിൻ്റെ പാർട്ട് ഓഫ് ഒരു ജേർണി മാത്രമാണ്. ഇങ്ങനെ ഒരു എൻറ്റയർ ജേർണി ബ്യൂട്ടിഫുൾ ആക്കുകയാണെങ്കിൽ ഇതിലൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും നല്ല ജോബിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. സോ ഈ ഒരു കാര്യത്തിന് ഒരു കരിയർ ബേസ്ഡ് കൺസൾട്ടിങ് പ്ലസ് ഒരു 1 year ലോങ് ഒരു മെൻറ്റർഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. യു ആർ ഫ്രീ ടു കണക്ട്. ആൻഡ് ഞാനും നല്ല പാഷനേറ്റ് ആയിട്ട് സ്റ്റുഡിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഐ ആം ഓൾസോ പാഷനേറ്റ്. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് സജഷൻസ് ഞാൻ മറ്റേതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് നൗ. It will motivate me to do more such informational content. Thank you for watching and see you in another video.